മാധ്യമ കമ്മീഷൻ പറയണ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഇരുത്തത്തോടെ പറയും. രാവിലെ ഒരു വാർത്ത പറയും, ഉച്ചയ്ക്ക് വേറൊരു വാർത്ത പറയും, പിന്നെ പറയും പാമ്പ്ളാനി പിതാവ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല, സമവായത്തിൽ പ്രശ്നമില്ലായിരുന്നു, സമവായം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതായിരുന്നു, ഇതായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാധ്യമ കമ്മീഷന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. ഇതെന്താ ഈ നഴ്സറി പിള്ളേർ പറയുന്ന പോലെ, നമ്മൾ എറണാകുളത്തെ കാലാവസ്ഥ പറയുന്നത് പോലെ? അപ്പോൾ അതുകൊണ്ട് വടക്കേക്കര അച്ഛൻ അതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പം ഇനിയിപ്പം പുത്തൂർ പിതാവുണ്ടല്ലോ, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടല്ലോ, അപ്പോൾ പുള്ളിക്കാരൻ കാര്യങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പുതിയ കൂരിയുണ്ടല്ലോ. അപ്പം ആ കാര്യങ്ങൾ അതുപോലെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. ഇനി ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് പിന്നെ അതുമല്ല, ഈ ജൂൺ 9 സർക്കുലർ അന്നും ഇന്നും എപ്പോഴും പ്രസക്തമാണ്. അതിന് വില കെടുത്തിക്കൊണ്ടുള്ള മാധ്യമ കമ്മീഷൻ്റെ റിപ്പോർട്ട് തറയിൽ പിതാവ് ഒന്ന് കാര്യത്തിൽ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തറയിൽ പിതാവിനെ കുറിച്ചുള്ള അഭിപ്രായവും കൂടെ പോകും. അതുകൊണ്ട് തറയിൽ പിതാവ് കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ചിട്ട് മാധ്യമ കമ്മീഷൻ വിവരക്കേട് പറയുന്നതൊന്ന് നിർത്തണം. അതുകൂടാതെ എന്നേക്കുമായിട്ട് കൂരിയയ്ക്ക് അതിൻ്റേതായ സ്വാതന്ത്ര്യത്തിൽ കാര്യങ്ങൾ ചെയ്യട്ടെ. അതിന് അഡ്മിനിസ്ട്രേറ്ററാണ് എല്ലാം ചെയ്യേണ്ടത്, അഡ്മിനിസ്ട്രേറ്ററിനാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യട്ടെ. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ അപ്പുറത്തേക്ക് പോയി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്ററിനെ കൊണ്ട് കാര്യങ്ങൾ നടത്തട്ടെ. നമ്മുടെ തലശ്ശേരി ബോഗി ഒന്ന് തൽക്കാലത്തേക്ക് മാറട്ടെ. എറണാകുളം രൂപത എങ്ങനെ ഓടിക്കണമെന്ന് നമുക്കറിയാം. ഈ പല വിധത്തിലുള്ള എന്താ പറയുക, ഒരു 3-4 പേരുടെ ഒരു കൂട്ടുകെട്ട് വന്നിട്ട് നമ്മളെ എറണാകുളത്തിന് അട്ടിമറിക്കാമെന്ന് വെച്ചാൽ അതിനി വിലപ്പോവില്ല. വിശ്വാസികൾക്ക് എല്ലാവർക്കും ബോധമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധമില്ലെങ്കിൽ ഞങ്ങൾക്ക് ബോധമുണ്ട്. അത് ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം, അത് വേണ്ടുന്ന വിധത്തിൽ കൈകാര്യവും ചെയ്യും. അതുകൊണ്ട് ഇനി മാർപ്പാപ്പ പറഞ്ഞ രീതിയിൽ മാത്രം ഇവിടെ കാര്യങ്ങൾ നീക്കിയാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് ഏത് പിതാക്കന്മാർ കളിച്ചാലും അതിനെതിരെ വിശ്വാസികൾ ഒരുപോലെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിരിക്കും ഇനി ഞങ്ങൾ പൊരുതാൻ പോകുന്നത് എന്നുള്ളൊരു വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം മാധ്യമ കമ്മീഷൻ ഇനി ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ എന്ന് ഒരു വിശ്വാസി.